ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും സൂര്യ സിൽക്സ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കേരളത്തിലുടനീളം വസ്ത്ര വിപണന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് ഈ സൂര്യ സിൽക്സ്. അപ്പോൾ സൂര്യ സിൽക്സിലെ 5 ബ്രദേഴ്സിന് വേണ്ടിയിട്ടുള്ള വീടുകൾ നമ്മളിവിടെ റെഡിയാക്കി കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിലാണ് ഞാൻ ഇന്നുള്ളത്. കേരളത്തിൽ മാത്രം 17 ഷോറൂമാണ് സൂര്യ സിൽക്സിനുള്ളത്. അപ്പോൾ ഇവരൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ 6 ബ്രദേഴ്സാണ്. 6 ബ്രദേഴ്സിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യതയുടെയും ഒരു ഫലം തന്നെയാണ് ഈ സൂര്യ സിൽക്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 6 പേർക്കും ഒരേ സ്ഥലത്താണ് ഇപ്പോൾ വീടുകൾ വരുന്നത്. ഇപ്പം മൊത്തം 12 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ 12 ഏക്കർ സ്ഥലത്താണ് 6 വീടുകൾ വരുന്നത്. അപ്പോൾ ഒരു വീട് ഓൾറെഡി തറവാട് വീടായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് റിനോവേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 5 വീടുകളാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5 വീടുകളും 5 ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അപ്പോൾ 5 ബ്രദേഴ്സിനും 5 ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള വീടുകളാണ് വരുന്നത്. അപ്പോൾ ഈ വീടുകൾക്ക് പുറമെ തന്നെ ജിം ഏരിയ, ക്ലബ് ഹൗസ്, ഹോം തിയേറ്റർ, സ്വിമ്മിംഗ് പൂള് അതുപോലെയുള്ള ഫെസിലിറ്റികളും സെപ്പറേറ്റ് കോമൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഈ ഒരു വർക്ക് നമുക്കൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റും, അതിൽ ഉറപ്പുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ അത്രയും സ്മൂത്തായിട്ട് അത്രയും ഫാസ്റ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ആദ്യം ഉണ്ടായ നമുക്കൊരു ത്രെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവരും ഒരുമിച്ചിരുത്തി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കലായിരുന്നു. ആ പ്ലാനിങ് സമയത്ത് തന്നെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കിട്ടാറില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചധികം ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഓരോ ഫാമിലിയെ ഇരുത്തി അവരുടെ കാര്യങ്ങൾ, റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ഓരോരുത്തരുടെ പ്ലാൻ ഡിസൈൻ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാവുന്നത് വരെ അതിൽ പ്ലാനിലും മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷമാണ് പ്ലാൻ കൺഫേം ആക്കിയത്. അതിനുശേഷം പഞ്ചായത്ത് അപ്രൂവലും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ 4 വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 5ാമത്തെ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത്രേ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് സൈറ്റിൽ പോയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു എൻട്രൻസ് വഴിയാണ് നമ്മളിപ്പോൾ സൈറ്റിലേക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ വലിയൊരു കോമ്പൗണ്ട് വാൾ, അതായത് 2 എൻട്രൻസും ഒരുമിച്ചായിട്ടുള്ള കോമ്പൗണ്ട് വാളാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുവഴിയാണ് ഇത് സൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോഡ് കണ്ടോ, അപ്പോൾ ആ ഒരു റോഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടേജ് കുറച്ചും കൂടി വൈഡാക്കിയിട്ട് ഇവിടെ നിന്ന് നമ്മളൊരു ആക്സസ് കൊടുക്കുകയോ ചെയ്യുക. ഇവിടെ നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സൈറ്റിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന വീടാണിത്. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഇതാ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ വർക്കിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് സ്ലോപ്പായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കോളം ഉപയോഗിച്ചിട്ട് കോളം സ്ട്രക്ചറായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷേ ഇതിൻ്റെ അടിയിൽ തന്നെ ഒരു 4 മീറ്ററോളം ഹൈറ്റ് വരുന്ന കോളംസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ബെൽറ്റ് കോൺക്രീറ്റിന് ചെയ്യേണ്ട ബെൽറ്റ് തന്നെയാണ് നമുക്കിവിടെ തറയായിട്ട് വരുന്നത്. അപ്പോൾ ബെൽറ്റ് കോൺക്രീറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് സാറ്റർഡേ ആകുമ്പോൾ നമുക്കിത് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഫറൂഖ് ഇതറേ ലെവലെന്ന് വെച്ചാൽ നമ്മൾ ബീമിൻ്റെ കൂടെ തന്നെ ഒരു സ്ലാബിൻ്റെ പ്രൊജക്ഷൻ കൂടി വരുന്നുണ്ട്. അത് 3D പ്രകാരം വരുന്നതാണ്. അപ്പോൾ അതിൻ്റെയും കൂടി ഇവിടെ ഷട്ടറിങ്ങും കാര്യങ്ങളും ചെയ്ത് നമ്മളെ ബീമിലേക്ക് ഇപ്പോൾ കമ്പി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഈ ഒരു വർക്ക് ഫിനിഷ് ആവാനായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് മണ്ണിട്ടതിന് ശേഷം തറ സെറ്റാക്കാം. ഇതിൽ ആക്ച്വലി ചില വീഡിയോ ക്ലിപ്പിൽ സൗണ്ട് കിട്ടാതെ പോയി, മൈക്കിന് എന്തോ കംപ്ലൈൻ്റ് ആയിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്നത് നമ്മളവിടെ സൈറ്റിൽ നിർമ്മിച്ചൊരു ഷെഡാണ്. അപ്പോൾ ഷെഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ ആദ്യത്തെ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ മണ്ണും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. പക്ഷേ നമ്മൾ ഒരേ ഹൈറ്റ് ലെവലിൽ ഇവിടെ മണ്ണും കാര്യങ്ങളൊന്നും ഇടില്ല, സ്ലോപ്പായിട്ട് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് നമ്മളെ കോമൺ ഏരിയയിലേക്കാണ്. ഈ കാണുന്ന താഴെയുള്ള ഏരിയയിൽ അത് കംപ്ലീറ്റ് കോമൺ ഏരിയ ആണ്. നമ്മളെ കോമൺ ഫെസിലിറ്റി പറഞ്ഞല്ലോ, സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ക്ലബ് ഹൗസ്, ഹോം തിയേറ്റർ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്ലേസിലാണ്, ഈ കാണുന്ന പ്ലേസിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഹേർട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ പോകുന്നൊരു സ്ഥലമാണ്.
ഈ സ്ഥലം ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഈ ബാക്കിയുള്ള ഏരിയനെക്കാണെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഒരു വളരെ സ്പെഷ്യലായ നല്ല ആംബിയൻസ് ആയ ഒരു പ്ലേസാണ്. അപ്പോൾ അവിടെ ആക്ച്വലി വലിയൊരു കുളമുണ്ട്. ഇതാ ഈ കുളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുളം ആക്ച്വലി പഴയൊരു കുളമാണ്, പക്ഷേ അതിനെ നമുക്ക് റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നല്ല ആഴമൊക്കെയുള്ള കുളമാണ്. അപ്പോൾ ആ കുളത്തിന് ചുറ്റും ഇതാ ഇങ്ങനെ കല്ല് കെട്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെ കുറച്ച് നമ്മൾ റിനോവേഷനൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ കുളത്തിൻ്റെ സൈഡിൽ തന്നെ നല്ലൊരു അരുവിയുണ്ട്. നല്ലൊരു ഭംഗി അവിടെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഇപ്പോൾ കാടൊക്കെ ചെറിയ രീതിയിൽ വഴക്കിയിട്ടൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ആംബിയൻസ് കേട്ടോ. കിഡു പ്ലേസാണ്. ഇവിടെ നിലവിൽ 2 കിണർ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 കിണറും കുറച്ച് റിനോവേഷൻ ചെയ്ത് കുറച്ച് വലുതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് അത് അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ഒരു ഏരിയയിലും കിണറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഇവിടെ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. കിണറിൽ ഇതാ എനിക്ക് തോന്നുന്ന ഒരു 3 കോല് 4 കോലോളം വെള്ളം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് കെട്ടാനുണ്ട്, ആൾമറയും കാര്യങ്ങളൊക്കെ കെട്ടി സെറ്റാക്കാനുണ്ട്. ഇത് ഇവിടുന്ന് നോക്കിയാൽ കാണുന്നതാണ് ഈ നമ്മളെ രണ്ടാമത്തെ വീട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 5 വീടാണ് വരുന്നത്. അപ്പോൾ 5 വീടും ഓൾമോസ്റ്റ് 8500 9,000 സ്ക്വയർ ഫീറ്റിന് ഉള്ളിലായിട്ടാണ് എല്ലാ വീടും വരുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ വീടിൻ്റെ ഇതാ കോളം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ക്ലയൻറ്റിന് ആകെ ഉണ്ടായ ഒരു കൺസേൺ എന്ന് വെച്ചാൽ അവരൊരു വീട് നല്ലൊരു ഹൈറ്റിൽ ഫീൽ ചെയ്യണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് അവിടെ പ്ലാൻ ഡിസൈൻ ചെയ്തതും ഇപ്പോൾ വർക്ക് തുടങ്ങിയതൊക്കെ ആ രീതിയിലാണ്. ആ ഒരു ലെവലാണ് ഇവിടെ ഫ്ലോർ ലെവൽ വരിക. കാരണം ഇത് സ്ലോപ്പായിട്ട് വരുന്നത് കൊണ്ട് ഏകദേശം ഈ ഒരു ഹൈറ്റ് വരെ ഇവിടെ കംപ്ലീറ്റ് ഉയരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു അണ്ടർഗ്രൗണ്ട് പോർച്ച് കൊടുത്തിരിക്കുന്നത്, റീറ്റൈനിങ് വാൾ കെട്ടാനുണ്ട്. അതിൻ്റെ വർക്കിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ രണ്ടാമത്തെ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അവിടെ ഇതാ കോളം സ്ട്രക്ചറിലും ചെയ്ത്, അപ്പോൾ അതിന് ചുറ്റും ഇതാ കല്ല് കെട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ രാജേഷ് ചേട്ടനും ടീമും ഇവിടെ ചെയ്യുന്നത്. രാജേഷ് ചേട്ടൻ കുഴപ്പമൊന്നുമില്ലല്ലോ? കല്ലിന്ന് വന്നിട്ടില്ല അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും കൂടി, നമ്മളിപ്പോൾ കല്ല് കെട്ടുന്ന ഔട്ടർ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഉള്ളിൽ കംപ്ലീറ്റ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ JCB ഇവിടെ ഉണ്ട്, കംപ്ലീറ്റ് മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട്. പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ മണ്ണ് ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുവാണ്. അതേപോലെ തന്നെ അവിടെ നമ്മളെ കല്ലിൻ്റെ ടീംസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പോർഷനിലും ചെറിയൊരു പോർഷൻ കെട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ ബെൽറ്റിൻ്റെ വർക്ക് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്ന വീട് എന്ന് പറഞ്ഞാൽ അത് ആ JCB കണ്ടോ, അപ്പോൾ ആ JCB നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലോട്ട്. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ വേറൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അത് അവിടെ കാണുന്നത് ചെറിയ റീറ്റെയിനിങ് വാൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലോട്ടൊന്ന് കാണാം. ഈ ഒരു പ്ലോട്ടിൽ നിലവിൽ ഇതാ നമ്മൾ എർത്ത് എക്സവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെയും കോളം സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കോളത്തിന് വേണ്ട കുഴികളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ബാക്കിൽ നമ്മൾ GSP സെറ്റാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ലെയർ കംപ്ലീറ്റ് GSP ഇട്ടതിന് ശേഷമാണ് നമ്മൾ കോളം സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോളം സ്ട്രക്ചറിൽ എത്രയാണോ ഉയരേണ്ടത് അത്ര ഉയർത്തിയിട്ടാണ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇത് ഈ കാണുന്നതാണ് ഇപ്പോൾ 4ാമത്തെ പ്ലോട്ട്. അപ്പോൾ നമ്മൾ 4ാമത്തെ പ്ലോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ കോൺക്രീറ്റ് സ്ട്രക്ചറും അതുപോലെ തന്നെ ബാക്കിൽ ലോഡ് ബിയറിംഗ് മീൻസ് കല്ല് വെച്ചിട്ടുള്ള സ്ട്രക്ചറുമാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഫ്രണ്ടിലെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി, ഫൗണ്ടേഷൻ വരെയുള്ള കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ബെൽറ്റിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിൽ ഇനിയിപ്പോൾ കല്ല് അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇവിടെ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റോഡ് അറേഞ്ച്മെൻറ്റ്സും ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു റോഡ് ആക്കിയിട്ടുള്ളത് സാധനങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം റോഡ് ഇവിടെ ചെയ്യാനുണ്ട്. റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നും ഔട്ടുമായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് കൂടി റോഡ് വന്നിട്ട് പിന്നെ അത് ആ മരത്തിൻ്റെ ബാക്കൂട്ടെയാണ് ഔട്ട് പോകുന്നത്. അപ്പോൾ ആ രീതിയിലാണ് റോഡും കാര്യങ്ങളിലും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് ഇനി നടക്കണത്ര. അപ്പോൾ ശരിക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് കണ്ടോ, ഈ ടോപ്പിൽ നിന്ന് താഴത്തേക്കുള്ള ഡിഫറൻസ് കണ്ടോ. അപ്പോൾ അത്രയും ഹൈറ്റിൽ ഇവിടെ കോളവും അതേപോലെ തന്നെ റീറ്റെയിനിങ് വാളും ഒക്കെ വന്നു. ഇത് കംപ്ലീറ്റ് മണ്ണിട്ട് മൂടിയേക്കുക. അപ്പോൾ ഇത് ഭൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൽ ഒരുപാട് ഇവിടെ വർക്ക് കഴിഞ്ഞു. ഇത്ര വരെയാണ് നമ്മൾ കോളം സ്ട്രക്ചർ വന്നത്. ഈ ബാക്കി വരുന്ന പോർഷൻ ഞാൻ പറഞ്ഞല്ലോ കല്ല് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഇടയ്ക്ക് കോളം കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെയൊക്കെ ലിഫ്റ്റ് വരുന്നതാണ്. ഈ ലിഫ്റ്റ് വരുന്ന പോർഷൻ ആയതുകൊണ്ട് ഇവിടെ ഒരു കോളം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നമ്മളെ ബെഡ്റൂമിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കോളം കൊടുത്തു.
അപ്പോൾ 4 വീടിൻ്റെ വർക്ക് നടക്കുന്ന കണ്ടല്ലോ. അപ്പോൾ ഇനി 5ാമത്തെ വീട് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് ബാക്കിലത്തെ ഏരിയയിലാണ് വരേണ്ടത്. അപ്പോൾ അത് ആക്ച്വലി പ്ലാനൊക്കെ ഫൈനലായി അപ്രൂവൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് നിയറസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 to 4 ഡേയ്സിനുള്ളിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് റണ്ണിങ് ആണ്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് നമ്മളെ കോമൺ ഏരിയയുടെ വർക്കുകൾ. എന്തായാലും മഴയിലിടയ്ക്ക് നമുക്ക് അതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. ഈ ക്ലയൻറ്റിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഇത് അവരുടെ ഒരു വലിയൊരു ഡ്രീമാണ്. കാരണം ഈ ഒരു 5 വീടുകൾ എല്ലാ ബ്രദേഴ്സും ഒരുമിച്ച് താമസിക്കുന്ന വെച്ചാൽ ഇവർ ആക്ച്വലി 6 ബ്രദേഴ്സ് ഉണ്ട്. ഒരാൾ തറവാടാണ്. തറവാടും വലിയൊരു വീടാണ്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ബ്രദേഴ്സും ഒരുമിച്ച് താമസിക്കുക എന്നുള്ളതാണ് ഇവരെ വലിയൊരു ഡ്രീം. അപ്പോൾ ആ രീതിയിലാണ് ഇവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചും ഇത് വലിയൊരു ലക്ഷ്യമാണ്, ഇവരൊരു ഡ്രീമിനെ സക്സസ് ആക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം വർക്കേഴ്സിനെയും അത് സൂപ്പർവൈസർ ആയിക്കോട്ടെ എൻജിനീയേഴ്സ് ആയിക്കോട്ടെ പ്രൊവൈഡ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തായാലും നമുക്കൊരു പ്ലാനിങ് ഉണ്ട് ഈ വീട് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവും എന്നുള്ളത്. അതിൻ്റെ ടോപ്പ് വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമ്മളും ആ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് ഫിനിഷായാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇവർ എത്രയും പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളും വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ മാക്സിമം സ്പീഡായിട്ടാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ആ താഴത്തെ വർക്ക് നടക്കുന്നതെല്ലാം കാണാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭംഗി, അതാ ബാക്കിലുള്ള മലകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഭയങ്കരമായിട്ട് വ്യൂ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. അതേപോലെ തന്നെ ഇവരുടെ വർക്കും ഇത് ആക്ച്വലി അതല്ല ഗ്രൗണ്ട് ലെവൽ വരുന്നത്, അതിനേക്കാളും കുറച്ച് ഉയരും. പിന്നെ ഇതിനേക്കാളും ശരിക്കും പറഞ്ഞാൽ ടോപ്പ് വ്യൂ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞ 5ാമത്തെ പ്രൊജക്റ്റാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ, ആ ഒരു പ്രൊജക്റ്റാണ് ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കുള്ള വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ മരങ്ങളൊന്നും തന്നെ നമ്മൾ കട്ട് ചെയ്യാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരങ്ങളൊന്നും കട്ട് ചെയ്യാതെ ആ മരങ്ങളൊക്കെ ഇവിടെ നിലനിർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട് എവിടെയാണോ വരുന്നത് അവിടെയുള്ള മരങ്ങൾ മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തു. പിന്നെ എന്തായാലും ഇത് ഈ ഒരു സംഭവമല്ലോ, ഈ കാണുന്ന ഏരിയേൻ്റെ 2 സൈഡിലുമായിട്ട് ഈ മരത്തിൻ്റെ 2 സൈഡിലായിട്ടാണ് ഇന്നും ഔട്ടുള്ള റോഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മരങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ റോഡ് ഡിസൈൻ ചെയ്തത് പോലും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലാൻഡ് കണ്ടോ, ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തട്ട് തട്ടായിട്ട് തന്നെയുള്ളത്. അപ്പോൾ നമ്മൾ ഫിനിഷിങ് സമയത്തും ഓൾമോസ്റ്റ് ഈ ലെവലിൽ തന്നെയായിരിക്കും ഈ കംപ്ലീറ്റ് സ്ഥലം ഉണ്ടാവുക. അല്ലാതെ നമ്മൾ എത്രയാണ് ഉയർത്തുന്നത് അത്ര വരെ കംപ്ലീറ്റ് മണ്ണിട്ട് റീറ്റൈനിങ് വാൾ കെട്ടലോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇപ്പോഴുള്ള എങ്ങനെയാണോ അതേപോലെ സ്ലോപ്പായിട്ട് തന്നെയാണ് ഇനി ഈ പ്ലോട്ട് നിലനിർത്താൻ പോകുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ തന്നെയായിരിക്കും ഫിനിഷിങ് സമയത്തും ഉണ്ടാവുക. അവിടെയൊക്കെ നമ്മൾ ഒരുപാട് ചെടികളും പ്ലാന്റ്സും അതേപോലെ ഗ്രാസും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാ ഇവിടെ ഇപ്പോൾ ഒരു കിണറിൻ്റെ വർക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുവാണ്. അത് ആക്ച്വലി അവിടെയുള്ള കിണർ തന്നെയാണ്. അപ്പോൾ അതിനെ ഒന്ന് റിനോവേഷൻ ചെയ്യുന്നതാണ്. ഈ ഒരു പ്ലോട്ടാണ് ഞാൻ പറഞ്ഞ 5ാമത്തെ ആളുടെ വീട് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിലാണ് വരുന്നത്, ഈ കാണുന്ന ഏരിയയിൽ. അപ്പോൾ എന്തായാലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അവിടെയും മാർക്ക് ചെയ്തിട്ട് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു കോമ്പൗണ്ട് വാൾ കെട്ടുന്നത് മൊത്തം സ്ഥലത്തിൻ്റെ ചെറിയൊരു പോർഷൻ കോമ്പൗണ്ട് വാൾ കെട്ടുന്നതാണ്. അല്ലാതെ നമ്മൾ ഓരോ വീടും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ട് ഇവിടെ വേർതിരിക്കുന്നില്ല. മാമിനെ പോലെ നമ്മളും എക്സൈറ്റഡ് ആണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. സൈറ്റിൽ വന്നിരിക്കുന്നത് അക്ഷതയാണ്. അപ്പോൾ ഇന്ന് ശ്രീതാട്ടനില്ല, ശ്രീതാട്ടൻ പാലക്കാട് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അക്ഷതയാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അക്ഷതയും ഇപ്പോൾ എന്നോട് പറഞ്ഞു, മാം ഞാനും ആക്ച്വലി നല്ല ത്രില്ലിലാണ് ഉള്ളത്, എന്നെയും ഇടയ്ക്ക് ഇനി സൈറ്റിൽ കൂട്ടണമെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കാണാം.